ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ പറയുന്നത് നോക്കിക്കൊണ്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈവനിങ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരോ തവണ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങളോട് കാരണങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കില്ല, പറയുന്നില്ല. അപ്പോൾ വാവെല്ലാം ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൈമിങ്സ് വളരെ കുറവായിരിക്കും. നമ്മൾ എത്ര എത്തിപ്പെടാൻ നോക്കിയാലും നമുക്ക് സമയം മതിയാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ കിച്ചണിലെ ഒരുക്കങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വാവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വാവ ഇന്ന് ഉച്ചക്ക് ബീറ്റ്റൂട്ട് പ്യൂരിയും പിന്നെ റൈസും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിച്ചേട്ടാ. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ തൊട്ടിട്ട് ഇതവിടെ കാണുന്നില്ലേ, ബേബി ബീറ്റ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ദിവസം സിറിലൊക്കെ കൊടുക്കുന്നുണ്ടായി, ബേബി ബീറ്റ ആപ്പിളിൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ നിയാസ്ക പണി വിട്ട് വരാനായി. അപ്പോഴത്തേക്ക് നിയാസ്കക്ക് എന്തെങ്കിലും നോർമൽ എൻ്റെ വ്ളോഗ് നോക്കുന്നവർക്ക് അറിയാമല്ലോ, ഈവനിങ്ങിൻ്റെ ഒരു വ്ളോഗ് തന്നെയല്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ആക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചരി കൊണ്ടുള്ള റൊട്ടിയും ഒരു ദാൽ കറിയും ഉരുളക്കിഴങ്ങലും വെച്ചിട്ടുള്ള ഒരു ദാൽ കറിയും, അത് രണ്ടേ ചെയ്യുന്നുള്ളൂ. നൊന്നു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ ഹായ്, ഹായ് പറ, ഹായ് പറ വീഡിയോയിൽ ഹായ് പറ, ഹായ് പറ വീഡിയോയിൽ നോക്ക്, ഹായ് പറ. അപ്പോൾ ഞാൻ കിച്ചണെല്ലാം ഒരുക്കി വെച്ചതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ നാപ്കിൻസ് ഉണ്ടല്ലേ, അത് പുതിയത് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇപ്രാവശ്യം നല്ല വണ്ണത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് എന്താ ഈ ഒരു ഓയിൽ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ടോ. ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കുക, നല്ല യൂസാണ്. ഞാൻ നോർമൽ ബോട്ടിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ വേസ്റ്റ് ചെയ്യുന്നതും പിന്നെ മറിയുന്നതും അങ്ങനെയൊക്കെ വെച്ച സ്ഥലത്തെല്ലാം പ്രോബ്ലമും അങ്ങനെയൊക്കെ ഉണ്ടായി. അതെല്ലാം ഇപ്പം മാറി കേട്ടോ. പിന്നെ ഇതൊന്ന് സ്പൂണെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, കിച്ചണെല്ലാം. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ഞാൻ എന്തെല്ലോ പണികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ കപ്പുകൾ മേടിച്ചിട്ട് കപ്പലിൽ ഇങ്ങനെ നിയാസ്ക റാക്ക് പോലെ ആക്കിയിട്ട് അതിന് അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണെല്ലാം ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ക്യാമറ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലില്ലേ, വാവ ഫുഡ് കഴിക്കുന്ന സമയത്തെല്ലാം ഫോൺ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് അതുമെല്ലാം കുറേ ഫുഡിൻ്റെ വേസ്റ്റും പിന്നെ എന്താ പറയുക, അവളിങ്ങനെ കടിച്ചെല്ലാം കളിക്കുന്നു ഫോൺ. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ ഫോണൊന്നും മേടിക്കുന്നില്ല. വാവൻ്റെ ഫോണിലുള്ള കളിയെല്ലാം കൈയിട്ട് തന്നിട്ട് നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. വാവച്ചി എന്താ വാവച്ചി ഇന്ന് ഫുള്ള് ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നോട് ആരോ ചോദിച്ചു ഇത്രയും നീറ്റായിട്ട് എങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നോർമലി എന്താ പറയുക, മേക്കപ്പ് എല്ലാം ചെയ്യുന്ന ബ്രഷസ് ഉണ്ടല്ലോ, ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ബ്രഷ് കൊണ്ടാണ് ഒക്കെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ പണ്ടത്തെ പോലെ ഈ വേറെ എന്തെങ്കിലും വെച്ചിട്ടെല്ലാം ഇടുന്ന സമയത്ത് എന്താ പറയുക, അത്ര വൃത്തിക്ക് വരില്ല. അതുകൊണ്ടാണ്. ഇനി എൻ്റെ മണി പ്ലാന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റൗണ്ടിലുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇതിലാണ് ഞാൻ ഫ്ലവർ സെറ്റ് ചെയ്തുകൊണ്ടുണ്ടായത് ഫസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡ് ആയതുകൊണ്ട് മണി പ്ലാന്റ് ഇട്ടു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു ക്രീപ്പർ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇല്ലേ, ഞാനൊരു ലാവെൻഡർ കളർ ഫ്ലവർ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അത് ശരിക്കും ഒരു പ്ലേസ്മെൻറ്റ് ആയിട്ടില്ല, അതിൻ്റെ നോക്കിയിട്ട് വെക്കണം. പിന്നെ ഇല്ലേ, ബാമ്പു ഇതാ ഈ മൂലയിൽ വെച്ചിട്ടുണ്ട്. നല്ല നിയാസ്ക ആക്കി തന്നത് കേട്ടോ. എന്താ ഒരു സ്റ്റാൻഡിലാക്കി, അതാണ് ഇന്നലെ മേടിച്ച ആ ഒരു ലാവെൻഡർ കളറ്. എന്താ പിന്നെ ആ ഒരു ക്യാപ്പ് ഞാൻ മിനിഞ്ഞാന്നായിട്ട് പുറത്ത് പോയപ്പോൾ മേടിച്ച ക്യാപ്പ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഞാൻ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിഷ് വെച്ചടുത്ത് തന്നെ ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പറായില്ലേ? അപ്പോൾ പിന്നെ ഞാനിനി കിച്ചണിലേക്ക് പോട്ടെ, അവിടുത്തെ ജോലികളെല്ലാം എടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വാവച്ചീനെ എന്താക്കണമെന്നോ, വാവച്ചീനെ ബെൽറ്റ് ഇട്ടിട്ട് ഓളെ ഇരുത്തണം, എന്നാലും ഓള് പണിയെടുക്കാൻ വിടുള്ളൂ കേട്ടോ. അനിയാലുണ്ട്, എന്നാലും ബെൽറ്റ് ഇട്ട് ഇരുത്തുന്നതായിരിക്കും സേഫ്. ഒന്നും കുറച്ച് ഫ്രീഡം വേണമല്ലോ. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, കുളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലോറിൽ മാറ്റ് ഇട്ടിട്ടില്ല, മാറ്റ് ഇട്ട് ടീപ്പായാലും വെച്ച് അവിടെ ഒരു ഫ്ലവറെല്ലാം സെറ്റ് ചെയ്ത് വൃത്തിയാക്കണം. അപ്പോൾ ഒരുപാട് പണിയുണ്ട്. കുറേ ദിവസത്തിന് ശേഷം കുറച്ച് കൺവെൻഷനിൽ ഇട്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പണികൾ തുടങ്ങാം, കിച്ചണിലേക്ക് കയറാം. ഓക്കെ, ബൈ. നമുക്ക് പണിയെടുക്കണ്ടേ? പപ്പ വരുമ്പോഴത്തേക്ക് റൊട്ടി ആക്കണ്ടേ, കറി ആക്കണ്ടേ? ഗോമ്പക്കുട്ടി
വീഡിയോ കാണുന്ന കണ്ട എൻ്റെ ബാബ വീഡിയോയിൽ കാണുന്ന കണ്ട ഐ ലവ് യു അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാട്ടോ. ഞാൻ ഫുള്ള് ഫ്രണ്ടിൽ ക്യാരി ചെയ്യുന്ന ഒരിതില്ലേ ആ ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. മേടിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞുമാവിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്. വാവച്ചി വാവച്ചിക്കില്ലേ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് അവളിങ്ങനെ കൂട്ടി ഞാൻ അടുക്കളയിലെല്ലാം നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. അതാ ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് അവളെ കൂട്ടുന്നത്. ഐസ് വരുന്നുണ്ട് സുത്തേ, ഒരു മിനിറ്റ് ഐസ് വരുന്നുണ്ട് മേടിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ക്യാരി ചെയ്യാം കേട്ടോ. ഫ്രണ്ടിലേക്കോ അങ്ങനെയൊക്കെ ക്യാരി ചെയ്യാം. അപ്പോൾ എനിക്ക് ഈസി ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കൂടുതലായിട്ടിടുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ മറ്റേ നമ്മൾ ഫുള്ള് ഈ ബാഗ് ഇടുന്ന പോലത്തെ ആ വസ്തുവില്ലേ അത് മേടിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അത് പുറത്ത് പോകുമ്പോൾ ഒക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതില്ലേ ഇത് കുഞ്ഞുമാവനെ ഞാൻ സ്കൂട്ടിയിലെല്ലാം കൂട്ടിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് റൊട്ടി ചൂടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താക്കണം അറിയോ? ഇതില്ലേ ചോറ് അത് മിക്സി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ടേ നമുക്ക് റൊട്ടി ചൂടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജാറെടുത്തിട്ട് ഒന്ന് എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നേരത്തെ ക്യാമറ തീരെ ക്ലിയറേ ഉണ്ടായിട്ടില്ല കേട്ടോ. അതാണ് ഞാനൊന്ന് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ഇല്ലേ റൊട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു റൊട്ടി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചോറ് പച്ചരി ആണെങ്കിലും ആവും പുഴുങ്ങലരി ആണെങ്കിലും ആവും. പക്ഷെ റൊട്ടിയാക്കുന്ന പൊടി പച്ചരി കേട്ടോ. അതിന് നല്ലോണം മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചില ആളിങ്ങനെ കുഴച്ചിട്ടെടുക്കും. പക്ഷേ എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല അതിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇവളില്ലേ കുരുത്തം കെട്ട കുട്ടിയാണ്. ഇവള് കുരുത്തം കെട്ട കുട്ടിയാണ്. അപ്പോൾ നമുക്ക് വേഗം അരച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും പരിപ്പും ഇട്ടിട്ട് ഒരു സാമ്പാർ പോലെ. കാരണം കുറച്ച് ചിക്കൻ്റെ കറി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിയാസ്ക വന്നിട്ട് വൈകുന്നേരം ചിലപ്പോൾ മീൻ മേടിക്കും, അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും മേടിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വേഗം അരച്ചെടുക്കാം. ഞാൻ ശരിക്കും ഇല്ലേ ഒരു ബിസിയും ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. കുറച്ചൊരു 2 ഇയർ അതിന് മുമ്പേ എൻ്റെ പ്രൊഫഷണലായിട്ട് ബിസി ഉണ്ടായിരുന്നു. അതിന് മുമ്പെയാണ് ഞാൻ പറയുന്നത്. ഒരു ബിസിയും പ്രത്യേകിച്ചിട്ട് ഒന്നും കൊണ്ടും ബിസി ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഇല്ലേ ഇപ്പോൾ ഞാൻ ഓർക്കും. അപ്പോൾ ഈ കളറിൽ ചോറുണ്ട്, അതവിടെ പച്ചരി ചോറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ വാവ ആവുന്നതിന് മുമ്പേ ഒരു പ്രഗ്നൻസി ജേർണി ഓക്കെ ആയിരുന്നു, വോമിറ്റിങ്ങോ അങ്ങനെയല്ലോ. പക്ഷെ അതിന് മുമ്പേ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എന്താക്കണ്ടേ എനിക്കൊന്നും അറിയില്ല. ശരിക്കും ഞാൻ ഇനിയും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനുള്ളൊരു സമയമായിരുന്നത്. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പം ഇല്ലേ, ഇപ്പം എനിക്ക് സമയം തന്നെ മതിയാവുന്നില്ല. രാത്രി പോയിട്ട് കിടക്കുന്നതേ അറിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോകും. അത്രയ്ക്ക് ടയേർഡാണ്. ആഫ്റ്റർ ബേബി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ചില ആൾക്കാർക്ക് വീട്ടിൽ കുഞ്ഞുമാവനെ നോക്കാൻ ആൾക്കാരെല്ലാം ഉണ്ടാവും, അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പിന്നെ കുഞ്ഞുമാവനെ നോക്കാൻ ആൾക്കാരൊന്നുമില്ല, ഞാൻ തന്നെ നോക്കണം. പിന്നെ 2 കുട്ടികളും ഉള്ള പപ്പയും കൂടി വന്നാൽ പിന്നെ ഞാൻ അധികം കെയർ ചെയ്യില്ല കേട്ടോ. പിന്നെ അല്ല നിയാസ്കാരനെ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 2 കയ്യിലിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അന്നെല്ലാം പണിയെടുക്കാൻ എത്ര എളുപ്പമായിരുന്നു അല്ലേ. നമുക്ക് എന്തൊക്കെയോ പണി ചെയ്യായിരുന്നു. ശരിക്കും ആ സമയത്തുള്ള സെൽഫ് കെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനെ കണ്ടിട്ട് സെൽഫ് കെയർ ചെയ്യാൻ തന്നെ ഭയങ്കര മടിയുള്ളൊരു സമയമായിരുന്നു. ഇപ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല.
നിർത്തി തുറച്ചിട്ടുണ്ട്. തിരിച്ചെടുത്തതാ ഓള് വിചാരിക്കുന്ന ഉപ്പുണ്ട്.
അത് ബ്രൈറ്റ് അല്ല വേണ്ടത്, ഒരു ഗോൾഡ് കളറിലുള്ള വീഡിയോ ഉണ്ട്.
3 വേണ്ടെങ്കിൽ ഞാൻ കുക്ക്. ഞാൻ തിന്നുന്ന പകുതി ആക്കി വെച്ചത് ഞാൻ തിന്നുന്നുണ്ടായല്ലേ. നീ അത് തിന്നിട്ടില്ല. അടുത്തൊക്കെ വണ്ടിയാടെ നമ്മൾ പോയിട്ട് നീ ആക്കി വെച്ചിട്ട് എടുത്തിട്ട് നിങ്ങള് വൈകുന്നേരം ഉണ്ടാവും. എന്താ ബാവേ നമ്മുടെ റോട്ടിലെ പേരെടുത്ത് ബാവേ ഉപ്പച്ചി വന്നിനാ? നുന്നുവാവ് കേടെ പോണോ? എന്താണ് ഉറക്കം വന്നിനാ? ആ ശരി. അപ്പൊ വണ്ടിയിൽ പോണോ മുഖമാക്കി നോക്ക്. റൊട്ടി പാങ്ങണ്ട? ഇഷ്ടായ കറി? ഇഷ്ടായ മസാലക്കറി? ഓക്കെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഉണ്ടാക്ക. റൊട്ടി ബൈ ബൈ. നിങ്ങൾ ബൈ ഇല്ലേ?